അപ്പോൾ ഇന്ന് നമ്മുടെ വർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെഡ്ലൈറ്റിന് വെളിച്ചം കുറവാണെന്ന് പറഞ്ഞ ഒരുപാട് കസ്റ്റമേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് നമുക്ക് ഒരു റെഡിമെയ്ഡ് ആയിട്ട് ഒരു ഹെഡ്ലൈറ്റിന് വയറിംഗ് കിറ്റും അതായത് ബൾബും, അതായത് ഇപ്പോൾ നമ്മുടെ കമ്പനി വരുന്ന ബൾബിൽ ശരിക്കും പറഞ്ഞാൽ 60-55 വോൾട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് വെളിച്ചം കുറവായിരിക്കും. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ 100-100 ബൾബ് ഇട്ട് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റിൻ്റെ വയറിംഗ് കിറ്റ് ഉരുകി പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കോർണർ സ്വിച്ച് ഉരുകി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഒരു ഹെഡ്ലൈറ്റിൻ്റെ വയറിംഗ് കിറ്റ് റെഡിമെയ്ഡ് ആയിട്ട് വരുന്നുണ്ട്. അത് ഫിലിപ്സിൻ്റെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഫിലിപ്സിൻ്റെയാണ്. അപ്പോൾ ഫിലിപ്സിൻ്റെ തന്നെ ബൾബും 100-90 ബൾബും ഉണ്ട്. അത് വലിയ ചിലവുണ്ടാവില്ല. ഒരു 10,000-2,500 രൂപ അടുത്ത് വരുന്ന റേഞ്ച് വരുന്ന ഒരു വയറിംഗ് കിറ്റ് ബൾബ് എല്ലാം കൂടി അത്രയൊക്കെ സാധനങ്ങൾക്ക് വരുന്നുണ്ട്. പിന്നെ ലേബർ ചാർജിൻ്റെ വരുന്ന മാത്രമേ ഉള്ളൂ, വരും. എന്താ വലിയ നിസ്സാര പൈസ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് എങ്ങനെ വെളിച്ചം കൂട്ടാം എന്നാണ്, ഹെഡ്ലൈറ്റിന് നമുക്ക് എങ്ങനെ വെളിച്ചം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നേരെ നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അത് സാധാ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചമാണ് ഇപ്പോൾ കാണുന്നത്. അല്ലേ, ഇത്രയും വെളിച്ചമുള്ളൂ, ഇത്രയും വെളിച്ചം. ഇത് വെളിച്ചം കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് റിലേയും വയറിംഗ് കയറുന്നത്. അപ്പോൾ അതൊന്ന് റിലേയും വയറിംഗ് കഴിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ വെളിച്ചം ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നാൽ വയറിംഗ് കിറ്റാണ്. കേട്ടോ, ഫിലിപ്സിൻ്റെ വയറിംഗ് കിറ്റാണ്. ഫിലിപ്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ വയറിംഗ് കിറ്റ് ഉൾപ്പെടെയാണ് സാധനം വന്നത്. ഇതിൻ്റെ വയറിംഗ് കിറ്റ് ഇത് റെഡിമെയ്ഡ് വന്ന സാധനം, റെഡിമെയ്ഡ് ഇങ്ങനെ വരുന്ന സാധനം വയറിംഗ് കിറ്റ്. ഇതുണ്ട്, അതിനകത്ത് റിലേയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫ്യൂസ് ഉണ്ട്, 2 ഫ്യൂസ് ഉണ്ട്, റിലേ ഉണ്ട്, ഹോളർ, ഇതൊക്കെ റെഡിമെയ്ഡ് ആണ്. നമ്മളതിൽ കണക്ട് ചെയ്യുന്നത് ഒരു വയറൊന്നും കട്ട് ചെയ്യണം, നേരിട്ട് ഇതിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം, വയറൊന്നും കട്ട് ചെയ്യാതെ തന്നെ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് 2 ബൾബ് ഉണ്ട് കേട്ടോ, ഫിലിപ്സിൻ്റെ തന്നെ ബൾബ് അതിനകത്ത് തന്നെ. ഇതുണ്ട്, 2 ബൾബ് ഉണ്ട്. ഫിലിപ്സിൻ്റെ H4 എന്ന് പറഞ്ഞ ഫിലിപ്സിൻ്റെ ബൾബാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇത് 100-90 100-90 ബൾബ് വാട്സാണ് ബൾബ്. നമ്മൾ സാധാരണ അതിനകത്ത് വന്നത് 65 ബൾബാണ്, വണ്ടി വരുമ്പോൾ തന്നെ 65. അപ്പോൾ അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് 100-90 ബൾബാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. 2 H4 എന്ന് പറഞ്ഞ ഫിലിപ്സിൻ്റെ ബൾബ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് സെറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഇതാണ് വയറിംഗ് കിറ്റ്. ഈ വയറിംഗ് കിറ്റ് നമ്മൾ ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ബൾബിലേക്ക് കുത്തുന്ന ഹോൾഡർ ഊരിയിട്ട് അതിലേക്ക് കണക്ട് ചെയ്യാനാണ് ഈ 3 വയർ വരുന്നത്. അത് നേരെ കപ്ലറിലേക്ക് കുത്തും. പിന്നെ അവിടെ തന്നെ ഒരു ബൾബിലേക്ക് കുത്തുന്ന ഹോൾഡർ പുതിയ വയറിംഗ് കിറ്റിന് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു എർത്ത് വയറുണ്ട്. ആ എർത്ത് വയർ നമ്മൾ ബോഡിയിലേക്കാണ് എർത്ത് ചെയ്യുന്നത്. ബോഡിയിലേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു ബോൾട്ടിലേക്ക് ഇടയിൽ എർത്തായിട്ട് കൊടുക്കുക. സൈഡിലോട്ടും കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് നേരെ വന്ന ഒരു ബാറ്ററിയിലേക്ക് പ്ലസ് വരുന്നത്, റെഡ് കളർ പ്ലസ് ഒക്കെ വരുന്നുണ്ട്. അത് നേരെ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാം. ബാക്കി ഭാഗം നേരെ ഓപ്പോസിറ്റുള്ള സൈഡിലേക്ക് ഒരു വയറിംഗ് കൂടെ കാണുന്നുണ്ട്. അത് സൈഡ് ഏത് സൈഡിൽ സൈഡ് ഒതുക്കി കൊടുക്കുക. അതിൻ്റെ ഹോൾഡറിലേക്ക് കുത്താനുള്ള ഇതാണ്, ഹോൾഡർ ബൾബിലേക്ക് കുത്താനുള്ള ഹോൾഡറാണത്. അതിൻ്റെ കൂടെ തന്നെ ഒരു എർത്ത് വയർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രി ഇത് ചെക്ക് ചെയ്യണം, ലൈറ്റെല്ലാം പിടിപ്പിച്ചിട്ട് രാത്രി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അത്രയും നല്ല പകൽ പോലെ വെളിച്ചമുണ്ട്. ഓക്കെ, നല്ല അടിപൊളിയായിട്ട് കാണാം. ഇത് വേണം, കസ്റ്റമർക്ക് ഇതൊന്നും വേണ്ടാന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കത് ഊരി മാറ്റാവുന്ന രീതിയിലുള്ളതാണ്. ആ ബൾബും മാറ്റിയിടാം, ഇത് മാറ്റാം. അപ്പം ഇതാണ്. അപ്പോൾ ഇത്രയും ഒരുപാട് ചിലവില്ലാത്ത രീതിയിൽ, ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മളിപ്പോൾ ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നല്ല അടുത്തൊരു വീഡിയോ വേണ്ടി കാണാം. ഓക്കെ, ബൈ.